നമസ്സർവേഭ്യഃ. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ 2-ാം അധ്യായം സാഖ്യയോഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് തളർന്നുപോയ അർജുനന് ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന ആദ്യത്തെ ഉപദേശങ്ങൾ ഇവിടെയാണ് തുടങ്ങുന്നത്. ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാൻ നമ്മെ പഠിപ്പിക്കുന്ന സാഖ്യയോഗത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ അവയുടെ പദാനുപദ അർത്ഥത്തോടെ നമുക്ക് നോക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത അഥ ദ്വിതീയോऽധ്യായഃ സാഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീഭഗവാനുവാച കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരന്തപ. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരന്തപ. വരികളുടെ അർത്ഥം നോക്കാം. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. തം അവനെ, തഥാ അപ്രകാരം, കൃപയാവിഷ്ടം കരുണയാൽ വ്യാകുലപ്പെട്ടവനായിട്ട്, അശ്രുപൂർണാകുലേക്ഷണം കണ്ണുനീർ നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയവനായി, വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. വിഷീദന്തം ദുഃഖിക്കുന്നവനെ, ഇതം ഈ, വാക്യം വാക്ക്, ഉവാച പറഞ്ഞ്, മധുസൂദനഃ മധുസൂദനൻ അതായത് ശ്രീകൃഷ്ണൻ. അർജുനന്റെ അവസ്ഥയെക്കുറിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് വിവരിക്കുന്നു. അപ്രകാരം കരുണയാൽ വ്യാകുലനായി കണ്ണുനീർ നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അങ്ങേയറ്റം ദുഃഖിച്ചിരുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം സംസാരിച്ചു. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. കുതഹ എവിടെ നിന്ന്, ത്വാ നിനക്ക്, കശ്മലം ഈ മോഹം, ഇതം ഈ, വിഷമേ ഈ വിഷമഘട്ടത്തിൽ, സമുപസ്ഥിതം വന്നു ഭവിച്ചു. അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. അനാര്യജുഷ്ടം ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത്, അതായത് ആര്യന്മാർക്ക് ചേരാത്തതാണിത്. അസ്വർഗ്യം സ്വർഗപ്രാപ്തിക്ക് തടസ്സമായത്. അകീർത്തികരം അപകീർത്തിയുണ്ടാക്കുന്നത്. അർജുന ഹേ അർജുന. അർജുനന്റെ തളർച്ച കണ്ട ഭഗവാൻ ചോദിക്കുന്നു, അർജുന, ജീവിതത്തിലെ ഈ നിർണായക ഘട്ടത്തിൽ എവിടെ നിന്നാണ് നിനക്ക് ഇത്തരമൊരു അജ്ഞാനമുണ്ടായത്? ഇത് ആര്യന്മാർക്ക് ചേർന്നതല്ല, ഇത് സ്വർഗപ്രാപ്തിക്ക് തടസ്സമാകുന്നതും ഈ ലോകത്ത് നിനക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതുമാണ്. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ. ക്ലൈബ്യം ഭീരുത്വം മാസ്മഗമഃ പ്രാപിക്കരുത്.
പാർത്ഥ ഹേ കുന്തിപുത്ര ന ഏതത്, ഇത് അല്ല ത്വയി നിന്നിൽ ഉപപദ്യതേ യോജിക്കുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ, ക്ഷുദ്രം നിസ്സാരമായ ഹൃദയ ദൗർബല്യം ഹൃദയത്തിന്റെ ദുർബലതയെ തെക്ത്വ വെടിഞ്ഞിട്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ പരന്തപ ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ. കൃഷ്ണൻ അർജുനനെ ഉണർത്തുകയാണ്. ഹേ പാർത്ഥ, നീ ഭീരുത്വത്തിന് വശപ്പെടരുത്. ഇത് നിനക്ക് ഒട്ടും യോജിച്ചതല്ല. ശത്രുക്കളെ ദഹിപ്പിക്കുന്നവനെ, നിന്റെ ഹൃദയത്തിലെ ഈ നിസ്സാരമായ ദുർബലത വെടിഞ്ഞ് യുദ്ധത്തിനായി എഴുന്നേൽക്കൂ. ജീവിതപാഠം: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു കരയുന്നതല്ല, മറിച്ച് മനസ്സിന്റെ ദുർബലതയെ അതിജീവിച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നതാണ് യഥാർത്ഥ വീര്യം. അമിതമായ വൈകാരികത നമ്മുടെ വിവേകത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. നിസ്സാരമായ ഭയത്തെ വെടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ എഴുന്നേൽക്കുക. നമ്മുടെ അന്തസ്സിനും മൂല്യങ്ങൾക്കും നിരക്കാത്ത ചിന്തകളെ ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ആരംഭിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീഭഗവാനുവാച കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരന്തപ. ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരന്തപ. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ തളർന്നിരിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഭയത്തെയും ദുർബലതയെയും അതിജീവിച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത്. ഈ 3 ശ്ലോകങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: മനസ്സിന്റെ ദുർബലത വെടിയുക, ലക്ഷ്യത്തിനായി എഴുന്നേൽക്കുക. ഗീതയിലെ തുടർന്നുള്ള ശ്ലോകങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദാഹ. ഹരേ കൃഷ്ണ.